അസ്സലാമലൈക്കും. എല്ലാവർക്കും ജാസ്മീസ് ഹോം വേൾഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊത്തു ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തി കഴിച്ച് മടുത്തവർക്കും അതേപോലെ ചപ്പാത്തി ബാക്കിയായിട്ട് കളയുന്നവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ വരുന്ന ഒരു ബെല്ലൈക്കണോടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. നിങ്ങൾ എടുക്കുന്നത് ചെറുതാണ്, ഒരു 4 എണ്ണം വരെയൊക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരാൾക്കുള്ള കൊത്തു ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ആൾക്കുള്ളതാണോ റെഡിയാക്കുന്നത് അതിനനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസിലൊക്കെ മാറ്റം വരുത്താം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമുക്ക് ഈ ഒരു സവാള ഒരുപാട് അങ്ങോട്ട് വാടി വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മാത്രം മതി. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. സവാള ഇവിടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാള ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ ചെറിയൊരു തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ നമ്മുടെ ഈ ഒരു കൊത്തു ചപ്പാത്തിക്ക് ഭയങ്കര ഒരു പുളിയായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്കിതൊന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയമൊന്നും നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോഴേക്ക് തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വരും. ഒരുപാട് അങ്ങോട്ട് വാടി കിട്ടേണ്ട ആവശ്യമില്ല, നമുക്ക് ചെറിയ രീതിയിൽ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം ഇത് കിട്ടാനായിട്ട്. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ അടപ്പൊന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു മുട്ടയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരാൾക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ച് മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിലൊക്കെ മാറ്റം വരുത്തണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഡ്രൈ ആയിട്ട് വരണം നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സ്, എങ്കിൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചപ്പാത്തി ചേർത്ത് കൊടുക്കുമ്പോൾ ചപ്പാത്തിയുടെ എല്ലാ ഭാഗത്തേക്കും മുട്ടയുടെ ഈ ഒരു മസാലയുടെ ഒക്കെ മിക്സ് എല്ലാ ഭാഗത്തോട്ടും എത്തുള്ളൂ. നന്നായിട്ട് തന്നെ ഇതൊന്ന് ഡ്രൈ ആയി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസിലുള്ള ചപ്പാത്തി ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 ചപ്പാത്തി ഒരുമിച്ച് മടക്കി എടുത്തതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ചപ്പാത്തിയുടെ ഉള്ളിലേക്കൊക്കെ ഈ ഒരു മസാല നമുക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഈ ഒരു കൊത്തു ചപ്പാത്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മസാല നമ്മുടെ ചപ്പാത്തിയിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടും. നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം.
5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഞാനിതിവിടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കണം. ഇതേപോലെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഒന്നുകൂടെ ചെറുതായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ഓപ്ഷണലാണ്. അല്ലാതെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊന്ന് നന്നായിട്ട് കുത്തി കൊടുക്കട്ടെ. ഞാനിവിടെ നന്നായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ടൊന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇന്നത്തെ കൊത്തു ചപ്പാത്തി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.